പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നല്ല അടിപൊളി സ്നാക്സ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാറില്ലേ? അങ്ങനെ ഓർത്തപ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ഓർമ്മയിലേക്ക് വന്നത്. ആച്ചിയമ്മ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ കേട്ടോ. പാലക്കാടൻ അഗ്രഹാരം സ്നാക്സ് ആൻഡ് പിക്കിൾസ് ആണ്. അപ്പോൾ ഈ പാലക്കാടൻ അഗ്രഹാരം സ്നാക്സ് ആൻഡ് പിക്കിൾസ് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു പുതിയ വെബ്സൈറ്റ്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. achiammaFoods.com ഇതാണ് വെബ്സൈറ്റ്. അപ്പോൾ ഞാനിതൊന്ന് നമ്മുടെ ടി വിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഓഫറൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല കിടിലൻ വെബ്സൈറ്റാണ്. എല്ലാത്തിൻ്റെയും നല്ല ഫോട്ടോസുകൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇനി പുതുതായിട്ട് ഇറങ്ങുന്ന ഐറ്റംസും കാണിച്ചിട്ടുണ്ട്. അഷ്ടമി രോഹിണിയുടെ ഒരു പുതിയ കോംബോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓണം വരെയല്ലോ, ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ കോംബോ വരുന്നുണ്ട്. പിന്നെ ഇതാ അച്ചാറുകൾ, സ്നാക്സ്, വറുത്തത്, ഉപ്പേരി എന്ന് വേണ്ട സകലതും ഇവിടെ അടിപൊളിയായിട്ട് ആ വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മളെ ഒത്തിരി ആകർഷിച്ചു. അതുപോലെ തന്നെ പ്രൈസും എത്ര ഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്, അതിനെക്കുറിച്ചും ഡീറ്റെയിൽസുകൾ വേണമെങ്കിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർ നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെബ്സൈറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം സ്ക്രോൾ ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ മുറുക്ക്, പിന്നെ പിക്കിളുകൾ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ കുറച്ച് പിക്കിളും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഓഫറുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓഫറും അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫറും അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതെങ്ങനെയായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് എന്നൊരു ചിന്തയായിരിക്കുമല്ലേ, നല്ലതായിരിക്കുമോ, ഇവർ പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കുമോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നല്ല പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വരാനുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ വന്നു കേട്ടോ. സാധനം വന്ന് നമുക്ക് നോക്കാം. അടിപൊളി പാക്കിംഗ് ഒക്കെ ആണല്ലോ. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഫുള്ളി കവേർഡായിട്ട് പ്ലാസ്റ്റിക് കവറിൽ ചെയ്ത് പാക്ക് ചെയ്തൊരു ബോക്സാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ബോക്സൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ഓർഡർ ചെയ്തത് എല്ലാം ഉണ്ടോ, എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല കാട്ടൺ ബോക്സിൽ ശ്രദ്ധാപൂർവ്വമാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല ഈ ബോക്സിൻ്റെ പുറത്തും ബോക്സ് തുറന്നപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു കാറ്റലോഗാണ് കേട്ടോ. ആച്ചിയമ്മ ഫുഡ് പ്രോഡക്ട്സിൻ്റെ എല്ലാ പ്രോഡക്ട്സുകളും മെൻഷൻ ചെയ്തിരിക്കുന്ന അവരുടെ ഒരു ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു കാറ്റലോഗ്. ഈ ഒരു കാറ്റലോഗ് സൂക്ഷിച്ചു വെച്ചാലും മതി, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അതുമാത്രമല്ല പ്രോഡക്ട്സും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആച്ചിയമ്മ ഫുഡ് പ്രോഡക്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വിത്ത് ഫോൺ നമ്പറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടിയാണ് കേട്ടോ. അത് കഴിഞ്ഞത് ആ കണ്ടെയ്നറിൽ മുറുക്കാണ്. അടിപൊളി. അപ്പോൾ ഇത് കണ്ടെയ്നറിലാണ്, അതുകൊണ്ട് തന്നെ കണ്ടെയ്നർ നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ഇത് ഉപ്പേരിയാണ്. പിന്നെ വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അച്ചാറാണ് കേട്ടോ. 2 അച്ചാറുണ്ട്. അതും നന്നായിട്ട് പ്ലാസ്റ്റിക് കവറിൽ വീണ്ടും നന്നായിട്ട് അവർ കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വേറൊരു സംഭവം കൂടെ കൈ കിട്ടി, ഒരു വിളംബരം പോലെയൊക്കെയാണ് കേട്ടോ. ഇതെന്താണെന്ന് നോക്കാല്ലേ, പണ്ടത്തെ വിളംബരം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അത് നമുക്കിങ്ങനെ അടിച്ചടിച്ചെടുക്കാം. ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഡിയർ കസ്റ്റമർ എന്നും പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. ആച്ചിയമ്മ ഫാമിലിയിലേക്ക് സ്വാഗതം എന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത്. മറ്റു പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചക്ക വറുത്തത് വന്നിട്ടുണ്ട് കേട്ടോ. അതും കണ്ടെയ്നറിലാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടെയ്നർ ആകുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ. പിന്നെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പക്കാവടയാണ്. പക്കാവട അങ്ങനെ കളറൊന്നും അധികം ചേർക്കാത്ത പക്കാവടയാണ് കേട്ടോ. ഇതും നമുക്ക് കണ്ടെയ്നറിലാണ്. അതും നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ പാക്കിംഗ് കഴിഞ്ഞ് ഞാൻ എടുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കിഡിലം പക്കാവട കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കിയിട്ട് ഉള്ളതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിൻ്റെ ടേസ്റ്റ് അതുപോലെയാണ്. പ്രത്യേകിച്ച് അഗ്രഹാരം പ്രോഡക്ട്സുകളൊക്കെ നേരത്തെ ഉപയോഗിച്ചവർക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പെട്ടെന്ന് പിടികിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചക്ക വറുത്തതാണ്. ഈ ചക്ക വറുത്തത് പലപ്പോഴും നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിങ്ങനെ തണുത്തൊഴിക്കാറുണ്ടല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. നല്ല ക്രിസ്പായിട്ട് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്ന നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത ഒരു കണ്ടെയ്നറിലാണ് ഈ ചക്ക വറുത്തത് വരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ട് നിർത്താൻ തോന്നുന്നില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് മുറുക്കാണ് കേട്ടോ. മുറുക്കും നല്ല പാക്കേജിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇവിടെ തീർന്നു പോകാൻ ചാൻസ് ഉള്ള ഐറ്റമാണ് വീട്ടിൽ. കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മുറുക്ക്. ഇത് നല്ല കിടിലൻ മുറുക്കാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിടുകിടുന്ന് നമ്മൾ മുറിഞ്ഞു പോകുന്ന അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്കാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
മുറുക്ക് കണ്ടപ്പോഴേക്കും എന്താ ജോക്കുട്ടൻ കൈ നീട്ടുന്നുണ്ട്. ജോക്കുട്ടൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ മുറുക്ക്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ അന്വേഷിക്കുക. സോ ഹെൽത്തി ആൻഡ് പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഒരു മുറുക്ക്. അതുകൊണ്ട് തന്നെ അവർക്കും കൊടുത്തു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഇതാ ഈ ഒരു ബോട്ടിൽ കാലിയായത് കണ്ടോ, അത് അവരെടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ്. നല്ല ഒറിജിനൽ മുറുക്കെന്ന് പറഞ്ഞാൽ ആച്ചിയമ്മ മുറുക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നുറുക്കുപ്പേരിയാണ് കേട്ടോ ഇത്. നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആണ്. ഇത് നല്ല ക്രിസ്പായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പിന്നെ ശർക്കര വരട്ടിയാണ് പിന്നെ ഓർഡർ ചെയ്തത്. ശർക്കര വരട്ടിയും ഈ പറഞ്ഞ പോലെ തന്നെ ഓണം കോംബോയൊക്കെ ഇവർ ഒത്തിരി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ഓർഡർ ചെയ്തത്. പിന്നെ ഈ 2 പിക്കിളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നുറുക്കുപ്പേരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് കേട്ടോ നുറുക്കുപ്പേരി. നല്ല അതും ഓരോന്നെടുക്കുമ്പോഴും നല്ല വീർത്താണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് പോലും ഇത്രയും ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ ഇവരുടെ ഗുട്ടൻസ് എന്നറിയില്ല. എന്തായാലും അടിപൊളിയാണ്. പിന്നെ ശർക്കര വരട്ടി നല്ല വെളുത്ത ശർക്കര വരട്ടിയാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ ഒരു കളർ കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കുമല്ലോ. ഇതെനിക്ക് തോന്നുന്നു നല്ല വെളുത്ത ശർക്കരയും കൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി ശർക്കര വരട്ടി, ശർക്കര ഉപ്പേരി രണ്ടും പറയുമല്ലോ. എന്തായാലും അടിപൊളിയായിരുന്നു പ്രോഡക്റ്റ്സ്. ഇനി നമുക്ക് പിക്കിൾസ് ഒന്ന് നോക്കാം അല്ലേ. പിക്കിൾസിൻ്റെയും കവറിങ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഒരു തുള്ളി പോലും പുറത്തു പോകാതെ നന്നായിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട്. പാവയ്ക്കാച്ചാറാണ് ഞാൻ ഓർഡർ ചെയ്ത ഓരോ ഐറ്റം. പാവയ്ക്കാച്ചാർ അങ്ങനെ സാധാരണ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. പാവയ്ക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ ഇവർ പിക്കിളിട്ടിരിക്കുന്നത്. അങ്ങനെ അധികം എണ്ണയൊന്നുമില്ല കേട്ടോ ഈ ഒരു പിക്കിളിന്. പുളിയും രുചിയും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറായിരുന്നു കേട്ടോ ഈ ഒരു പാവയ്ക്ക. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് കട്ട് മാംഗോ പിക്കിളാണ് കേട്ടോ. ഇതും നല്ല അടിപൊളിയായിട്ടുള്ള പാക്കേജിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം രണ്ടും. പിക്കിൾസ് തുറന്നപ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറിയിട്ടോ. കാരണം നല്ല സ്മെല്ലായിരുന്നു പിക്കിളിൻ്റെ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, കിഡു. 2 പിക്കിളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഈ പറയുന്നൊക്കെ. അപ്പോൾ ഓണത്തിന് വേറെ ഒന്നും ഓർഡർ ചെയ്യേണ്ട, ആച്ചിയമ്മ തന്നെ ഓർഡർ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ തീരും, കാരണം നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ചോറിൻ്റെ കൂടെ ഈ അച്ചാറൊക്കെ ഇപ്പം തന്നെ തീരും. പിന്നെ ഇനി നമ്മുടെ ഉപ്പേരിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഓർഡർ ചെയ്യണം ഓണത്തിന്. കാരണം ഒറ്റ സെക്കൻഡിൽ തന്നെ ഇത് തീരും, അത്ര ടേസ്റ്റാണ് ഇത്. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, വെബ്സൈറ്റിൽ അവർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കിടിലൻ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറി നോക്കാം, എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കൃഷ്ണ ഗോവിന്ദ ഹരേ. അപ്പോൾ അഷ്ടമി രോഹിണി പ്രോഡക്ട്സും അതുപോലെ തന്നെ ഓണം കോംബോ പ്രോഡക്ട്സുകളും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഓർഡേഴ്സൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ഐറ്റംസിന് വേണ്ടിയിട്ട് വേഗം വെബ്സൈറ്റിൽ പോക്കോ, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും അഗ്രഹാരം പ്രോഡക്ട്സിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ആച്ചിയമ്മ ഫുഡ് പ്രോഡക്ട്സ് തെളിയിച്ച് തന്നിരിക്കുക. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഒന്നും കൂടി ഒന്ന് ഓർഡർ ചെയ്തേ.